ഹായ് ഗായ്സ്, വെൽക്കം ടു ആൻഡ് ദ വീഡിയോ ഫ്രം മൈ ചാനൽ. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ മുതുകോലമലയിൽ എത്തിയിരിക്കുകയാണ്, എൻ്റെ അടിവാരത്ത് എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് എൻ്റെ ലൈക്ക് ബട്ടൺ അമർത്തി ലൈക്ക് ചെയ്യുകയും ഒരു സബ്സ്ക്രൈബ് ബട്ടണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അതുപോലെ നിങ്ങൾ ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ദേവാലയം ഉള്ളത് നന്നായി. കാരണം അവിടെ തന്നെ പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് വണ്ടി ഇടാൻ പറ്റി. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇട്ടാലും പിന്നെ വേറെ സ്ഥലം തേടി പോകേണ്ട, നല്ല കൃത്യ സൗകര്യത്തിന് തന്നെ വണ്ടി ഇടാൻ പറ്റി. നിങ്ങൾ കാണാൻ പറ്റുന്ന പോലെ നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അധികം ദൂരം ഇല്ല, ഒരു 70 മീറ്ററേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ മുതുകോലമലയിലേക്ക് മുകളിലേക്ക് കയറുന്ന പോയിന്റിലെത്തും. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കയറാനുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് അടിവാരത്ത്, ഇപ്പോൾ നമ്മൾ അടിവാരത്താണ് നിൽക്കുന്നത്. 3.5 കിലോമീറ്ററോളം നമുക്ക് ആക്ച്വലി ഇതിൻ്റെ സമ്മിറ്റിന് തൊട്ട് താഴെയുള്ള പോയിന്റ് വരെ കയറാനുണ്ട്. അങ്ങോട്ടുള്ള കയറ്റം കുറച്ച് കഠിനമായിരിക്കും, നല്ല സ്റ്റീപ്പ് സ്ലോപ്പാണ്. ഇനിഷ്യലി ടാർട്ട് റോഡുണ്ട്, പിന്നെ ഡേർട്ട് റോഡായി മാറും. പക്ഷേ എങ്ങനത്തെ റോഡായാലും കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴി തന്നെയാണ്. പ്രത്യേകിച്ച് അത്യാവശ്യം സ്റ്റാമിന ആവശ്യമുള്ളൊരു പരിപാടി തന്നെയാണ് മലകയറ്റം. അപ്പോൾ ഇവിടെ ട്രെക്കിങ്ങിന് വരാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെള്ളം കരുതുക. ഞാൻ പറഞ്ഞ പോലെ 3.5 കിലോമീറ്റർ മുകളിലേക്ക് കയറാനുണ്ട്. അവിടെ എത്തി പിന്നെ സമ്മിറ്റിലേക്ക് വീണ്ടും കയറാനുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രെന്യൂസ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും വെള്ളം, ഇഷ്ടംപോലെ വെള്ളം, പരമാവധി ബാഗുകളിൽ ഒരാൾക്ക് 2-3 ലിറ്റർ കണക്കിന് ഇഷ്ടംപോലെ വെള്ളം കരുതേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ സാധാരണ കയ്യിൽ ഭക്ഷണം കരുതുന്നത് നല്ലതാണ്. കാരണം മുകളിൽ കയറിയിട്ട് പിന്നെ തിരിച്ച് വരുമ്പോഴേക്കും ഒരു ലെവലായിട്ടുണ്ടാകും. അപ്പോൾ ഐഡിയലി പോകുന്ന വഴിക്ക് തന്നെ സമ്മിറ്റിൽ വെച്ചോ അല്ലെങ്കിൽ ഇടയ്ക്കൊരു വിശ്രമ സ്ഥലത്തോ ഇരിക്കുന്ന സ്ഥലത്തോ വെച്ച് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു എൻ്റെ ഒരു കസിൻ്റെ ഫ്രണ്ട് ഈ സ്ഥലത്ത് പോയി പ്രൊമോട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റി തന്നെ നമ്മൾ അറിയുന്നത്. അപ്പോൾ അവരുടെ ഒപ്പീനിയൻ, അഡ്വൈസ് ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കരുതി ഭക്ഷണവും വെള്ളവും പ്രത്യേകം കഴുകണം. പിന്നെ പോകുന്ന വഴിക്കൊക്കെ അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, പരിസരം മലിനപ്പെടുത്താതിരിക്കുക. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊന്നും ഉപേക്ഷിക്കാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ തന്നെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. നമ്മൾ 7 മണിക്ക് താഴെ എത്തിയതാണ്. 7 മണിക്ക് നമ്മൾ ക്ലൈംബ് തുടങ്ങി. അടിവാരത്ത് നിന്ന് നമ്മൾ ആദ്യം വന്ന ഉടനെ ഭക്ഷണം കഴിച്ചു. അവിടെ തന്നെ പ്രഭാത ഭക്ഷണം കഴിച്ച് ഫ്രഷ് ആയിട്ട് ശേഷം നമ്മൾ തുടങ്ങിയത് 7:15 നമ്മൾ ക്ലൈംബ് തുടങ്ങി. അപ്പോൾ പക്ഷേ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. കുറച്ചുകൂടെ ഇപ്പോൾ നല്ല തണുപ്പാണ്. ഇപ്പോൾ അത്യാവശ്യം വെയിൽ വന്ന് തുടങ്ങിയെങ്കിലും ഒട്ടും ചൂടില്ല. പിന്നെ നിങ്ങൾ കാണാൻ പറ്റുന്ന പോലെ ചുറ്റും റബ്ബർ തോട്ടം തന്നെയാണ്. പ്രോപ്പർ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ മൗണ്ടൻ ടെറൈനിലേക്ക് കടന്നിട്ടില്ല ഇപ്പോഴും. എങ്കിലും നല്ല ക്ലൈമറ്റാണ്, നല്ല തണുത്ത കാറ്റും മറ്റും ഉണ്ട്. അപ്പോൾ നല്ല രസമാണ് ഇപ്പോൾ നടക്കാൻ. പിന്നെ ഇപ്പം തന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ തന്നെ നമുക്ക് മലയുടെ വിഷ്വൽസൊക്കെ കണ്ടു തുടങ്ങാം. ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും വളരെ നല്ല ട്രക്കിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സോഫാർ തന്നെ. മുകളിലത്തെ കുറച്ചുകൂടെ എപ്പിക്കായിട്ടുള്ള ഒരു മൗണ്ടൻ എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 2 കിലോമീറ്റർ ഉണ്ട്. അയ്യോ, ഇപ്പോഴേയും എടുത്തു. ജീപ്പൊന്നും കിട്ടാത്തതുകൊണ്ട് മുകളിലേക്ക് നടക്കേണ്ടി വരുന്ന ഗതികേടിലാണ്. മുകളിലെത്തിയിട്ട് നമുക്ക് കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ ജീപ്പ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ലോക്കലായിട്ടുള്ള ഒരു ചേട്ടൻ പറഞ്ഞു. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 1 കിലോമീറ്ററായി. 1.5 കിലോമീറ്റർ കൂടെ കയറി കഴിഞ്ഞാൽ ജീപ്പ് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്തെത്തും. പിന്നെ അവർ വിളിച്ചിട്ട് അടിവാരം വരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. നിങ്ങൾക്കവിടെ കാണാം, നമ്മുടെ മലകളെല്ലാം ആ ഭാഗത്ത് നന്നായിട്ട് കാണാം. നല്ല വ്യൂ ആണ്. ഇവിടുന്ന് തന്നെ ആരോഗ്യം കുറഞ്ഞവരാണെങ്കിൽ പ്രോബ്ലം നിർത്തിപ്പോവും. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ സംഭവം നടന്നില്ല. താഴെ ഒന്നും വണ്ടി കിട്ടിയില്ല, മുകളിൽ നിന്ന് വണ്ടി കിട്ടുമെന്ന് ഉറപ്പുമില്ല. ഏതായാലും മനസ്സത്തേക്ക് മുകളിൽ കയറിയിട്ട് തിരിച്ചു പോകുന്നുള്ളൂ. ജീവനുണ്ടെങ്കിൽ മുകളിൽ കാണാം.
മലയുടെ പോർഷൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം. അയ്യോ എൻ്റെ ദൈവമേ. ഈറ്റമുളകൾ ഒരുപാട് കാണപ്പെട്ടു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേൺസിൻ്റെ അളവ് തണുപ്പ കാലാവസ്ഥയിൽ വളരുന്ന ചെടികൾ കൂടുതലായി കാണപ്പെട്ടു തുടങ്ങി. നമ്മൾ കയറ്റം കയറി തുടങ്ങി എന്നാണ് അതിനർത്ഥം. ലാലേട്ടൻ പറഞ്ഞ പോലെ ഉയരം കൂടുമ്പോൾ തോറും ചായയുടെ രുചി നന്നായിട്ട് കൂടുന്നുണ്ട്. ചായയല്ല, സ്വന്തം ഉമിനീരിനാണെന്ന് മാത്രം. മടുത്ത ദൈവമേ, കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ ജീപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വണ്ടി കിട്ടിയിരുന്നെങ്കിൽ ഈ പെടാപ്പട വിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അയ്യോ. മലനിരകൾ നോക്കി ഇവിടെ നിന്ന് ദൃശ്യമാവുന്നതാണ്. വളരെ മനോഹരമായ ഒരു സ്പെക്ടാക്കിളാണ്. എഡ്മണ്ട് ഹിലരിയും ടെൻസൻ നോർക്കയും എങ്ങനെയാണ് ഹിമാലയം കീഴടക്കിയെന്ന് ഇപ്പോൾ നന്നായി മനസ്സിലാകുന്നുണ്ട്. എളുപ്പമുള്ള പരിപാടിയില്ല ഹൈക്കിങ്. എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. ആരോഗ്യമുള്ളവന്മാർ മാത്രം ഹൈക്ക് ചെയ്യാൻ വന്നാൽ മതി. എൻ്റെ ദൈവമേ. ആസ് യൂഷ്വൽ ഇവിടെയും പട്ടിശല്യമുണ്ട്. ഇതിനു മുമ്പ് പോയതുപോലെ തന്നെ ഇവിടെയും മൊത്തം കുഴപ്പമാണ്. ഊരുമലയിൽ പോയതുപോലെ ഇവിടെയും പട്ടികൾ യാത്ര മുടക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇനിഷ്യൽ ഫേസ് ഓഫ് ക്ലൈംബ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ സൈൻ ബോർഡ് കാണിക്കുന്ന പോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ജീപ്പ് റൈഡ്. ശരിക്കും ഇവിടെ നിന്നാണ് ജീപ്പ് അവൈലബിൾ ആകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഡേർട്ട് റോഡ് തുടങ്ങുന്നതാണ് മുകളിലോട്ട്. നല്ല സ്റ്റീപ്പ് ക്ലൈംബാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ജീപ്പ് പിടിക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇപ്പോൾ തൽക്കാലം ജീപ്പൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ മുകളിലോട്ട് കയറേണ്ടി വരും. ഇതെൻ്റെ ഫസ്റ്റ് പ്രോപ്പർ ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഇതിനു മുമ്പും പല മലനിരകളിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ പീരുമേട്, മൂന്നാർ അവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വെൽ ട്രെക്ഡ് ഔട്ട്, അതായത് ഇപ്പോൾ സാധാരണക്കാരും കയറുന്ന സ്ഥലമാണ്. ഇത് കുറച്ചുകൂടെ കയറി ചെല്ലുമ്പോൾ ഇത് അധികം ഹിതോട്ടോ അൺഎക്സ്പ്ലോർഡ് സ്ഥലമായതുകൊണ്ടും അധികം പേരൊന്നും കയറിയിട്ടില്ല. ഇപ്പോൾ ഈ കൊറോണ സമയത്തൊക്കെയാണ് ഇവിടെ കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയത്. അർത്ഥത്തിലൊരു പയനീറിങ് ലെവൽ എക്സ്പെഡിഷൻ ആയതുകൊണ്ടും പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ സാധനം കുറച്ചുകൂടെ സ്റ്റിഫ് ക്ലൈംബ് ആയിരിക്കും. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു പ്രോപ്പർ ഹൈക്കിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ജീപ്പുകാരെ വിളിച്ചിട്ട് കിട്ടി. അപ്പോൾ പുള്ളി നമ്മളെ കളക്ട് ചെയ്യാനായിട്ട് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നമുക്ക് പെട്ടെന്ന് തന്നെ ജീപ്പ് കിട്ടി ബാക്കി ദൂരം അറ്റ്ലീസ്റ്റ് 1 കിലോമീറ്റർ എങ്കിലും ജീപ്പിൽ സഞ്ചരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ആണോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ റോഡ് വൈകാതെ തന്നെ വളരെ റഗ്ഗായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മീറ്റർ കൂടുതലും കുണ്ടും കുഴിയൊക്കെ വഴിയാണ്. അപ്പോൾ ഇങ്ങോട്ട് തീർച്ചയായിട്ടും 4 വീൽ ഡ്രൈവേഴ്സ്, ഇപ്പോൾ ജീപ്പിനൊക്കെ കയറാൻ പറ്റും. ജീപ്പായിട്ട് വരുന്നവർക്കാണെങ്കിലും 4 വീൽ വെഹിക്കിൾസ് ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അഡ്വഞ്ചറസ് ആയിട്ട് മുകളിലോട്ട് കയറാം ഈ റൂട്ടിലൂടെ. അല്ലെങ്കിൽ ബൈക്കേഴ്സിന് വരാം. ബൈക്കേഴ്സിന് പോകാൻ പറ്റിയ കുറച്ച് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഓഫ് റോഡ് ഡേർട്ട് ബൈക്കിംഗ് ഒക്കെ ചെയ്ത് പരിചയമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്കും സാധാരണക്കാർക്ക് മാത്രമേ ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ വണ്ടി ഓടിച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ബാക്കി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഓഫ് റോഡ് ഡ്രൈവേഴ്സ് തീർച്ചയായിട്ടും ഈ വഴി വെഹിക്കിളിന് വരാൻ പറ്റാവുന്നൊരു വഴിയാണ്. മുമ്പ് ഇങ്ങനെ ഒരു എപ്പിക് ഓഫ് റോഡ് ജീപ്പ് ട്രിപ്പ് പോയത് നെല്ലിയാമ്പതിയിൽ ഞങ്ങൾ ഒരു എസ്റ്റേറ്റിൽ ഓവർനൈറ്റ് സ്റ്റേയും സഫാരിക്കൊക്കെ പോയപ്പോഴാണ്. അന്ന് ഇതൊന്നുമല്ല, ഇതിനേക്കാൾ നെല്ലിയാമ്പതിയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇതുവരെ ഞാൻ കേരളത്തിൽ പോയിട്ടുള്ള ഏറ്റവും. ഇപ്പോൾ ഈ മുതുകോരമലേൻ്റെ എക്സ്പീരിയൻസ് മാറ്റിമറിക്കുമെന്ന് അറിയില്ല. സോ ഫാർ ഇറ്റ്സ് ഗുഡ്. പക്ഷേ നെല്ലിയാമ്പതി ട്രിപ്പ് വളരെ ഭീകരമായിരുന്നു. അത് കിലോമീറ്ററുകളോളം നമ്മൾ ആ ജീപ്പിൽ പാറക്കെട്ടുകളുടെ മുകളിൽ കയറിപ്പോയത് എങ്ങനെയെന്ന് ഇറ്റ് വാസ് എൻ അൺബിലീവബിൾ ട്രിപ്പ്. അത് വേറെ ലെവൽ ട്രിപ്പായിരുന്നു ഇതൊക്കെ പറഞ്ഞാൽ. അത് അന്നാണെങ്കിൽ ഇതിന് മുമ്പ് ഇങ്ങനെ ജീപ്പിൽ 4 വീൽ ഡ്രൈവ് ഇങ്ങനെയുള്ള ഒരു റഗ് ടെറൈനിലൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോയത്. തീർച്ചയായിട്ടും ഇവരെങ്ങനെയാണ് ഇതുപോലെ ടെറൈൻ ജീപ്പ് ഓടിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇറ്റ്സ് വെരി ഇംപ്രസീവ് ടാസ്ക്. ട്രിപ്പ് എന്തായാലും എന്നെ ഒരു 4 വീൽ ഡ്രൈവ് വെഹിക്കിൾ പ്രേമിയാക്കി മാറ്റിക്കഴിഞ്ഞു ഓൾറെഡി. ഞാൻ പറഞ്ഞ പോലെ നെല്ലിയാമ്പതി ട്രിപ്പ് നമ്മൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ. തീർച്ചയായിട്ടും ഒരു മഹീന്ദ്ര താർ, ഇപ്പോൾ നിങ്ങളെല്ലാവരും വാഹനപ്രേമികളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പുതിയ മഹീന്ദ്ര താർ വിപണിയിൽ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി. നല്ല സ്റ്റൈലിഷ് വെഹിക്കിളാണ്. അതേസമയം അതിൻ്റെ 4 വീൽ പ്രകടനങ്ങളെ പറ്റിയൊന്നും പ്രത്യേകിച്ച് ആരും റെക്കമെൻഡേഷൻ തരേണ്ട കാര്യമില്ലല്ലോ. ഇറ്റ്സ് എ ബിഗ് വെഹിക്കിൾ, absolutely built like a tank, and it's
capable of traversing the most rugged terrain in our country. എന്ത് തരത്തിലുള്ള ദുർഘടമായ പാതയിലൂടെയും കടന്നു പോകാൻ താറിനൊക്കെ വെക്കാനൊരു വണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി എന്തായാലും ഭാവിയിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ എനിക്ക് ഉദ്ദേശമുണ്ട്. ഭാവിയിൽ ഹിമാലയൻ ട്രിപ്പൊക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ താർ ഓടിച്ചിട്ടായിരിക്കും ഈ ചാനലിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടിവാരത്തിന് മുകളിലേക്ക് എത്ര കയറാനുണ്ടാവും? അവിടുന്ന് 800 മീറ്റർ ഉള്ളതേ മുകളിലേക്ക് അത്രേ ഉള്ളൂ അല്ലേ? മലയുടെ മുകളിലേക്ക്. മലയുടെ മുകളിലേക്ക് നല്ല കൊച്ചു കയറ്റം ഒത്തിരി ഉള്ളവരെ നമുക്ക് ഫീൽ ചെയ്യും. ഇതവിടെ ഒരു ചാരുകസരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു വെള്ളത്തിലൊരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഓലിയൊക്കെ. അവിടുന്ന് നേരെ മേലോട്ട് വരുമ്പോൾ നേരെ ഫ്രണ്ടോട്ട് കിടക്കുന്ന വഴിയാണ്. ഒത്തിരി ചുറ്റുകളാണ് മേലോട്ട് വരുമ്പോൾ. ചാരുകസേരയുടെ അവിടുന്ന് നേരെ മേലോട്ട് ഒരു വഴിയുണ്ട്. ചാരുകസേര അവിടെ വരെ പോകണ്ട, വെള്ളം ഇരിക്കുന്നിടത്ത് നേരെ മേലോട്ട് വഴിയുണ്ട്. അതുവഴി കയറുകയാണ്. അവിടെ 100 മീറ്റർ പോലും ഇല്ല മലയുടെ മുകളിലേക്ക്. പക്ഷെ ഇപ്പുറം പോയി കഴിഞ്ഞാൽ നല്ലപോലെ ചുറ്റി നടക്കുക, ഒത്തിരി നടക്കാനുണ്ട്. നമ്മുടെ ഉദ്വേഗജനകമായ ജീപ്പ് യാത്ര വൈകാതെ തന്നെ പര്യവസാനിക്കും. നമ്മുടെ പോയിന്റിലെത്താറായി. അവിടെ നിന്ന് പിന്നെ കാൽനടയായിട്ടായിരിക്കും നമ്മൾ സമ്മിറ്റിന് തൊട്ട് താഴെയുള്ള പോയിന്റിൽ നിന്ന് നേരത്തെ ഡ്രൈവർ കയറ്റം പറഞ്ഞ പോലെ തന്നെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പ്രോബബ്ലി ഡയറക്റ്റ് ആയിട്ടുള്ള 100 മീറ്റർ ഷോർട്ട് കട്ട് വെച്ച് ഡയറക്റ്റ് സമ്മിറ്റിൽ ക്ലൈംബ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏതായാലും പോകുന്ന വഴിക്ക് തന്നെ ഓൾറെഡി നമുക്ക് നല്ല വിഷ്വൽസ് മലയുടെയൊക്കെ കാണാം, അല്ലെങ്കിൽ വെജിറ്റേഷൻ്റെ അതിമനോഹരമായിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഓൾറെഡി. നമ്മൾ അപ്പോൾ നമ്മുടെ ഫൈനൽ ഫേസ് ഓഫ് ക്ലൈംബ് ഓൾമോസ്റ്റ് അടുക്കാറായി. ഇവിടെ നിന്ന് ഇപ്പോൾ എന്തായാലും ഓഫ് റോഡ് വെഹിക്കിൾസ് ഇവിടെ നമ്മൾ ജീപ്പ് ഇറങ്ങിയ സ്ഥലത്ത് തന്നെ നിർത്തിയിടും. അതുപോലെ ബൈക്കേഴ്സും അവിടെ നിർത്തിയിടാറാണ് പതിവ്. പിന്നെ അവിടെ നിന്ന് മുകളിലോട്ട് ബൈ ഫുട്ട് നമ്മൾ കയറണം. വെജിറ്റേഷനൊക്കെ കുറച്ചുകൂടെ കാട് പിടിച്ചൊരു പ്രതീതി വന്നു തുടങ്ങി. നല്ല കാലാവസ്ഥയാണ്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 8 മണി കഴിഞ്ഞെങ്കിലും വെയിൽ നല്ലപോലെ ആയിട്ടുണ്ടെങ്കിലും അധികം ചൂടില്ല, നല്ല തണുത്ത കാലാവസ്ഥയാണ്. മൗണ്ടൻ എയർ ക്ലൈമറ്റ് ആണല്ലോ. പ്രത്യേകിച്ച് ആസ്മയൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ കുറച്ച് എയർ ഡിസീസൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ഹൈ എലവേഷൻ. ഈ മുതുകുമല മലയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 2400 അടിക്കടുത്താണ്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ മുകളിലെത്താറായി കഴിഞ്ഞു. അപ്പോൾ ഹൈറ്റ് കൂടുന്തോറും എയർ തിന്നായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അസുഖമുള്ളവർക്ക് ചിലപ്പോൾ ചെറിയ തലകറക്കൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം നടന്ന് പോകുന്നവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ വരെ കയറിയുള്ള ബുദ്ധിമുട്ട് തന്നെ ഉള്ളൂ. ഏതായാലും മുകളിൽ എത്തിയിട്ട് പിന്നെ നമ്മൾ ഏത് റൂട്ട് തിരഞ്ഞെടുക്കണം, അതായത് വളഞ്ഞ വഴി പോകണോ, വേറെ പീക്കുകൾ മുകളിലൂടെ അതായത് കുറച്ച് എക്സ്ട്രാ വളഞ്ഞു പോകുന്നോ, അതോ ഒറ്റയടിക്ക് 100 മീറ്റർ ഗൈഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് മുകളിൽ വലിഞ്ഞു കയറണം എന്നുള്ള കാര്യം തീരുമാനിക്കണം. അങ്ങനെ നമ്മൾ ഘോര നിബിഡ വനത്തിലേക്ക് കടത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പറമ്പാണ് ഘോര നിബിഡ വനം. പക്ഷേ മുകളിലൊരു ലാൻഡ്മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തി ഒരു ഡീറ്റൂർ വഴി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ സെനിക്കായിട്ട് റൂട്ടാണ്. വളഞ്ഞ വഴിയാണ്. 800 മീറ്റർ എക്സ്ട്രാ പോകും. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ 100 മീറ്റർ കൊണ്ട് മുകളിൽ വ്യൂ പോയിൻ്റ് എത്തും. അവിടെ എത്തിയിട്ട് ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏത് റൂട്ടിൽ പോകണമെന്ന് തീരുമാനിക്കാം. ഇപ്പോൾ അത്യാവശ്യം വഴിയെല്ലാം വീതി കുറഞ്ഞ് ഒരു കാനന ഭംഗിയുടെ പ്രകൃതി രമണീയുടെ ഇതൊക്കെ ഒരു ഫീൽ വരുന്നുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ. മണി ഇപ്പോൾ 10 മണി 9:30 കഴിഞ്ഞു. താഴെയൊക്കെ നല്ല വെയിലാണ്, പക്ഷേ നല്ലൊരു തണുപ്പുണ്ട്. അന്തരീക്ഷത്തിൽ നല്ലൊരു കുളിർമയുണ്ട്. മൗണ്ടൻ എയറിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റേഷൻ എല്ലാം ഹൈ ആൾട്ടിറ്റ്യൂഡിലായി മാറി കഴിഞ്ഞു. മൊത്തം ഫേൺസും തണുപ്പ് സ്ഥിതി ജീവിക്കുന്ന ചെടികളുടെ എണ്ണം കൂടി ശരിക്കും നല്ല കാട് പോലെ ഒരു അപ്പിയറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ട്രക്കിങ്ങിന് വരുന്നത്. അത് ഇങ്ങനെ ഒരു എപ്പിക് ട്രക്കായതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അമ്മേ, ഇനിയും
800 മീറ്റർ ചിലപ്പോൾ നടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വ്യൂ പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് പോകാം. ഏതായാലും വഴി ഇറ്റ്സ് വർത്ത് യുവർ മണി. സ്ഥലം ഇഷ്ടപ്പെട്ടു, നല്ല വഴിയാണ്. ഈ സമയത്ത് നമ്മൾ എത്തിയപ്പോഴേക്കും വൈകി 7:45 നമ്മൾ അടിവാരത്ത് എത്തിയുള്ളൂ. എന്നിട്ട് കൂടെ വണ്ടി മുകളിലോട്ട് എടുത്തില്ല. വണ്ടി താഴെ ഇട്ടിട്ട് മുകളിലോട്ട് കയറി പകുതിക്ക് വെച്ച് ജീപ്പ് കിട്ടി. ഭാഗ്യത്തിന് ജീപ്പിൽ കയറി പോന്നു. അപ്പോഴേക്കും വൈകി, ഇപ്പോൾ 9:30 ആകാറായി. എങ്കിലും ഇത്ര വൈകി വന്നിട്ടും പൈസ വസൂലാന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. ഒരു മസ്റ്റ് ഗോ പ്ലേസാണ്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ ഇത്രയും നല്ല ടൂറിസ്റ്റ് സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പിറകിലായിപ്പോയി. ഞാൻ മുമ്പിൽ കയറി നടക്കുകയാണ്. പയനീർസ് എപ്പോഴും അങ്ങനെയാണല്ലോ, ആദ്യമേ പോകുന്നു. പാമ്പിനെയൊക്കെ എനിക്ക് ഭയമുണ്ടായിരുന്നു. യൂട്യൂബിൽ കണ്ട വീഡിയോയിലെല്ലാം അവർ എലിഫൻറ്റ് ഗ്രാസ് പോലെ നല്ല ഹൈറ്റുള്ള സ്ഥലത്തൂടെയാണ് പോകുന്നത്. അവിടെയൊക്കെ പാമ്പ് കാണാൻ ഒരു വഴിയുമില്ല. പക്ഷേ ഇത്ര ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ പാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറയുന്നു. തണുപ്പ് കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള റെപ്റ്റൈൽസിന് താങ്ങാൻ പറ്റില്ല. ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾക്ക് ആ എലിഫൻറ്റ് ഗ്രാസിനിടയിലൂടെ തന്നെ മുകളിലോട്ട് കയറാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ആളെക്കാൾ ഉയരമുണ്ട് അവിടുത്തെ പുല്ലിന്. നോക്കാം അവിടെ എത്തിയിട്ട് ഏത് റൂട്ട് തിരഞ്ഞെടുക്കണമെന്ന്. വീഡിയോ സ്പോൺസേർഡ് ബൈ കോവിഷീൽഡ് കോവിഡ് വാക്സിൻ. ഇന്നലെ ഞാൻ എൻ്റെ ആശുപത്രിയിൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ പോയിട്ട് വാക്സിൻ എടുത്തിട്ടേ ഉള്ളൂ. ഞാനാണ് 24 മണിക്കൂർ തയ്ക്കുന്നതിന് മുമ്പ് 12 മണിക്കൂറിനുള്ളിൽ ഈ നടക്കുന്ന വാക്സിൻ കഴിച്ചുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലെന്ന് അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും. സോ ഫാർ സോ ഗുഡ്. പ്രത്യേക സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ കോവിഷീൽഡ് വാക്സിൻ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുന്നത് ധൈര്യമായിട്ട് പോയി എടുക്കാം. പാർശ്വഫലങ്ങൾ എൻ്റെ അഭിപ്രായത്തിലില്ല. ഇപ്പം നമ്മുടെ പരിസരം എല്ലാം കുറച്ചുകൂടെ ഓപ്പണായി മലയുടെ മുകളിലേക്ക് എത്താറായതുകൊണ്ട് തന്നെ വ്യൂസ് പ്രോപ്പർ സ്പെക്ടാക്കുലർ വ്യൂസ് ഇപ്പോഴാണ് നമുക്ക് കണ്ടുകൊടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ ആക്ച്വലി മലയുടെ മുകളിൽ കുറച്ചുകൂടി നേരത്തെ കയറിയിട്ടുണ്ടെങ്കിൽ മുകളിൽ എത്തുമ്പോൾ മീശപ്പുലിമല പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഫോഗും മിസ്റ്റ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വൈകി ഈ പറഞ്ഞ പോലെ 9 മണി കഴിഞ്ഞുകൊണ്ട് തന്നെ മുകളിലെത്തുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ പ്രോപ്പർ ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന സംശയമുണ്ട്. അതായത് മൊത്തം മൂടൽമഞ്ഞ് സംഭവങ്ങളൊന്നും ഒക്കെ ചിലപ്പോൾ നമുക്ക് അത്രയ്ക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. കുറച്ചുകൂടി നേരത്തെ കയറേണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ കുറച്ച് വൈകിപ്പോയി. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇന്ന് ഒരിക്കലും ഈ ട്രിപ്പ് തീർച്ചയായിട്ടും സോ ഫാർ എക്സലൻ്റ് ആണ്. പോകുന്ന വഴി ഈ പറഞ്ഞ പോലെ ഒന്നാമത്തെ പ്രോപ്പർ ട്രക്കിംഗ് ട്രെയിൽ തന്നെയാണ്. അധികം ടൂറിസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് സമ്മാനിക്കുന്നത്. ഈ കാണുന്ന വഴിയിൽ കാണുന്നതെല്ലാം നമുക്ക് നല്ല ഹൈറ്റിൽ കുറച്ചുകൂടെ കയറത്തുള്ളതോറും നമ്മുടെ ഈ ചുറ്റുമുള്ള പുല്ലിൻ്റെ ഹൈറ്റ് കൂടുകയാണ്. ആളിനേക്കാളും ഉയരത്തിൽ പുല്ല് വളർന്നത് ലെമൺ ഗ്രാസ് എന്ന് പറയുന്ന നല്ല സെൻറ്റുള്ള ഒരു തരം വെറൈറ്റി പുല്ലാണ്. അപ്പോൾ ഈ പുല്ലിനിടയിലൂടെ കയറി ചെല്ലുമ്പോൾ നമ്മൾ ഈ ആസാമിലൊക്കെ കാസിരംഗയിലൊക്കെ എലിഫൻറ്റ് ഗ്രാസ് എന്ന് പറയുന്ന ആനയെക്കാളും 10-20 അടി ഉയരമുള്ള പുല്ലുണ്ട്. അതിനിടയിലേക്ക് ആനയപ്പുറത്ത് കയറി പോയാലും നമ്മൾ അതിനടിയിലേക്ക് പോകും. ആ ഒരു ഫീലാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഈ എലവേഷൻ എന്തായാലും പാമ്പൊന്നും ഇല്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് നടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള പുല്ലിനിടയിലേക്ക് കയറി ചെല്ലാനായിട്ട് ഇവിടെ ഒരു വന്യമൃഗം പതുങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ കണ്ടെത്താൻ പോകുന്നില്ല. ഒരു എക്സലൻറ്റ് ഹൈക്കിംഗ് ട്രിപ്പ് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്തായാലും എൻ്റെ കസിൻ്റെ ഫ്രണ്ടിന് വളരെയധികം നന്ദി നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം അവർ പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലത്തെപ്പറ്റി നമ്മൾ അറിയാനും പോകുന്നില്ല, നമ്മളിങ്ങോട്ടോട്ട് വരാനും പോകുന്നില്ല. വീണ്ടും സ്റ്റീപ്പ് ക്ലൈംബ് തുടങ്ങുകയാണ്. മരങ്ങൾ സപ്പോർട്ടിന് പിടിക്കാനുള്ളത് പകുതി ആശ്വാസം. മുമ്പിൽ കയറിപ്പോയവരെല്ലാം കൺമുമ്പിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞു. ഔട്ട് ഓഫ് ദ ഫീൽഡ് ഓഫ് വിഷൻ. പിള്ളേരെല്ലാം ഓളം ഉണ്ടാക്കാൻ തുടങ്ങി. എങ്ങാനും ഒന്ന് വഴുതിപ്പോയി കഴിഞ്ഞാൽ പിറകോട്ട് മറിഞ്ഞു വീഴും. നല്ല ഭാരമുണ്ട്. സൂക്ഷിച്ചാണ് ഓരോ പടിയും വെക്കുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെ പറയുന്നത് മടുത്തു പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ല. എൻ്റെ ദൈവമേ.
നമ്മുടെ സഹ്യപർവ്വത നിരകളുടെ അദമ്യമായ ശാലീനതയും സൗന്ദര്യവും ഭംഗിയും എല്ലാം എന്നിലെ കവിയെയും ഗായകനെയും വീണ്ടും തഴുകി ഉണർത്തിയിരിക്കുകയാണ്. എനിക്ക് പാടാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ദയവായി എന്നോട് ക്ഷമിക്കുക. നീലഗിരിയുടെ സഖികളെ വാണങ്കികളെ, നീലഗിരിയുടെ സഖികളെ വാണങ്കികളെ, ജ്യോതിർമയ ഉഷസിന് വെളിച്ചാമരമീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. ഇനി ഏതാനും കപ്പിൾ ഓഫ് മീറ്റേഴ്സ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൂടെ കയറി കഴിയുന്നതോടെ നമ്മൾ നമ്മുടെ ടേണിംഗ് പോയിന്റിലെത്തും. അതായത് വളഞ്ഞു പോകണോ അല്ലെങ്കിൽ നേരിട്ട് കയറാനോ ഒന്ന് തീരുമാനിക്കുന്ന പോയിന്റ്. അവിടെ ഒരു ബെഞ്ചുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. അവിടെ നേരത്തെ കയറിപ്പോയവരൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ കുറച്ച് ലാഗ് ഔട്ടായി, കുറച്ച് ക്ഷീണിതരായി. പിന്നെ കുറച്ചുകൂടെ പയ്യെ പോയി കുറച്ചുകൂടെ നല്ല വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് മനഃപൂർവ്വം നമ്മുടെ ക്ലൈംബ് കുറച്ച് സ്ലോ ആക്കിയതാണ്. ഇതൊക്കെ പറഞ്ഞാലും നല്ല ഈ പറഞ്ഞ പാറയുടെ മുകളിലുള്ള കയറ്റവും പിന്നെ ഈ മലകയറ്റവും എല്ലാം കൂടെ നല്ല ഒരു കാർഡിയോ എക്സസൈസ് തന്നെയാണ്. ഇന്ന് രാവിലെ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ എല്ലാ കേടും തീർന്നു. ഇനിയിപ്പോൾ മൊത്തം കിടപ്പാവാനാണ് സാധ്യത. എൻ്റെ പൊന്നായി മടുത്തേ. അതിമനോഹരമായ വിഷ്വൽസാണ്. നമുക്ക് സഹ്യപർവ്വത നിരയുടെ മുഴുവൻ മലനിരകളും അറ്റ സ്ട്രെച്ച് കാണാം. ആനമുടി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉയരമുള്ള സ്ഥലമാണ് മുതുകോര മല എന്നാണ് പറയപ്പെടുന്നത്. കോട്ടയത്തെ ഹയസ്റ്റ് പോയിന്റ് തീർച്ചയായിട്ടും കോട്ടയത്തെ മീശപ്പള്ളി മല തന്നെയാണ്. മൂടൽമഞ്ഞ് മുകളിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല. പക്ഷേ ഈ സൈറ്റ് ഈസ് വർത്ത് ദ ഡിഫിക്കൽട്ടി. നേരത്തെ പറഞ്ഞ ലാൻഡ്മാർക്ക് നമ്മൾ കഴിഞ്ഞു. അവർ പറഞ്ഞ പോലെ നേരെ പോയിരുന്നെങ്കിൽ കൊക്കയിലേക്ക് മറിഞ്ഞു വീണേനെ. കാരണം അവിടെ വഴിയൊന്നുമില്ല. അതിലും ഭേദം 800 മീറ്റർ ഈ കാനന പാതയിലൂടെ പോകുന്നതെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും വളഞ്ഞ വഴി തന്നെ കയറാൻ തീരുമാനിച്ചു. ഒന്നുമില്ലെങ്കിലും കുറച്ച് എക്സസൈസ് ആകുമല്ലോ. എൻ്റെ അമ്മേ, മുകളിൽ വെച്ച് നമുക്ക് കാണാം. ഇനി നമ്മൾ വീണ്ടും മുകൾ ഭാഗത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വെയിൽ നന്നായി വന്നു കഴിഞ്ഞു. എനിക്കിനിയിപ്പോൾ ഇങ്ങനെ സെൽഫി മോഡിൽ പിടിച്ചോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് തൽക്കാലം ഞാൻ ഷൂട്ടിംഗ് അവസാനിപ്പിക്കുകയാണ്. ഇനി മുകളിലേക്ക് ഏതാനും മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മുകളിൽ ചെന്നിട്ട് അടുത്ത ഫുട്ടേജ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങാം. വെയിൽ കാട്ടൊന്നും കാണാൻ മേലാത്ത അവസ്ഥയായി. നല്ല ആരോഗ്യമുള്ളവർ മാത്രം, എൻ്റെ അഭിപ്രായത്തിൽ മധ്യവയസ്കരാണെങ്കിൽ അത്യാവശ്യം മലകയറ്റമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർ വന്നാൽ മതിയാവും. ഇതെങ്ങനെ ഇറങ്ങുമെന്ന് യാതൊരു ഐഡിയ ഇല്ല. അത്യാവശ്യം റിസ്ക്കുള്ള സ്ഥലം തന്നെയാണ്. വയോധികർക്കൊന്നും ഹെലികോപ്റ്ററിൽ വേണമെങ്കിൽ മുകളിൽ വരാം എന്ന് മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. റിസ്ക്കൊക്കെ ഉണ്ട്, നിൽക്കാൻ പറ്റിയുള്ളതുകൊണ്ട് റിസ്ക്. ഇത് ആരോഗ്യമുള്ളവർക്ക് വരാം, ചെറുപ്പക്കാർക്ക് വരാം, മധ്യവയസ്കർക്കാണെങ്കിൽ മല കയറി ചെയ്യുള്ളവർക്ക് വരാം. അല്ലാത്തവർ ജാഗ്രത. സഹ്യപർവ്വത നിരകളുടെ ഇത്രയും മനോഹരമായിട്ടുള്ള വ്യൂ, പ്രത്യേകിച്ച് ഇങ്ങനെ പ്രോപ്പർ ഒരു ഫോറസ്റ്റ് പാത്ത് പോലെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് നമ്മൾ പീരുമേട് മൂന്നാറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇപ്പോൾ പ്രാക്ടിക്കലി ടൂറിസ്റ്റ് ഒരുപാട് വരുന്നതുകൊണ്ടും പിന്നെ അവിടെ ഒരു ഡിഫറെൻറ്റ് ഫീലാണല്ലോ. കൂടുതലും മൊട്ടക്കുന്നുകൾ, വാഗമൺ പോലുള്ള സ്ഥലങ്ങളായതുകൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രോപ്പർ ട്രക്കിംഗ്, ഒരു ഹൈക്കിംഗ് എക്സ്പീരിയൻസ് അവിടെ പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അവിടെ. പക്ഷേ എന്നാലും ഒരു പ്യുവർ ഒരു മൗണ്ടനിയറോ ഒരു ട്രക്കിംഗ് ഒരു ഹൈക്കിംഗ് എന്തൂസിയാസ്റ്റിന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ടിപ്പിക്കൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകുന്നതിനേക്കാളും ഇതുപോലുള്ള ഓഫ് ബീറ്റൺ പുതിയ സ്ഥലങ്ങൾ വരുന്നതായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. എന്താ പറയുക, ഇത് എന്തായാലും ഞാൻ വന്നിട്ടുള്ള ട്രിപ്പുകളിൽ ഇപ്പോൾ ഒരു പ്യുവർലി ഒരു ഹൈക്കിംഗ് എക്സ്പീരിയൻസിൻ്റെ ഇതിൽ മാത്രമല്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇവിടെ അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ല. കൊറോണയുടെ സമയത്തൊക്കെയാണ് ഇതിന് ഇത്രയും ഒരു പബ്ലിസിറ്റി കിട്ടി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇനി ഈ വഴി താഴോട്ട് ഇറങ്ങുമെന്നുള്ള കൺസേൺ എന്നെ ഓൾറെഡി ബാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു.
പ്രത്യേകിച്ച് അവർ പറയുന്ന പോലുള്ള 100 മീറ്റർ സ്റ്റിഫ് ക്ലൈംബ് കൂടെ കയറി കഴിയുമ്പം ആ വഴി ഈ പാറകളുടെ പുറത്തും അറിയാം അധികം മരങ്ങളൊന്നും പിടിച്ചിറങ്ങാനുള്ള സാഹചര്യമില്ല. മരങ്ങളൊക്കെ ഇടവിട്ടാണ്. അപ്പോൾ ഈ ലെമൺ ഗ്രാസിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് അപ്രൂട്ടായി പോകും, അതിന് ബലമില്ല. അതിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞ് കയ്യിലിരിക്കും, മുന്നും കുത്തി താഴെ വീഴും എന്നുള്ള ഭയം എന്നെ ഇപ്പോൾ തന്നെ ഗ്രസിച്ച് തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ പിള്ളേർക്കൊക്കെ നല്ല ആരോഗ്യമാണ്, അവർ SPC NCCക്കാരൊക്കെയാണ്, അവർ പുഷ്പം പോലെ കയറി പോകുന്നുണ്ട്. നമ്മളെപ്പോലുള്ള തടിമാടന്മാർക്കൊക്കെ ഇത് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് വണ്ണമുള്ളവരൊക്കെ കുറച്ച് സൂക്ഷിച്ച് കയറുക. എങ്ങനെ താഴെ എത്തുമെന്നുള്ള ഭയം എന്നെ ഗ്രസിച്ച് തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ പോലും ഒരു ഓളത്തിൻ്റെ പുറത്ത് എല്ലാവരും കയറുമ്പോൾ കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വൈകാതെ തന്നെ അറിയാം. കാണാം കാണാം കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ കയറ്റത്തിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഇതിന് മുകളിലേക്ക് ഒരു 10 മീറ്റർ ഇല്ല, കുറച്ച് ഈ ഒരു വലിയ പാറയുണ്ട്. നമ്മൾ ആ പാറയുടെ ഈ വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന പാറയുടെ അടിപൊളി ഗുഹ പോലൊരു പോർഷനുണ്ട്, വെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന പോലെ. അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിന് മുകളിലേക്ക് പിള്ളേർ വലിഞ്ഞ് കയറി അവർ വേറെ വഴി അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. കാരണം ഈ വഴി വന്ന വഴി ഇറങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അക്കിടി പറ്റിപ്പോയി. മര്യാദയ്ക്ക് വളഞ്ഞ വഴി പോയാൽ മതിയായിരുന്നു. കുറച്ചധികം ദൂരം ഒന്നാമത് എങ്ങനെ ആളുകൾ വരുന്ന വഴിയായിരുന്നു. ഇറങ്ങാൻ പറ്റിയല്ല. ഈ പുല്ലിൽ പിടിച്ചു കഴിഞ്ഞാൽ പുല്ല് പറഞ്ഞു ഇറങ്ങാൻ വിശ്വസിക്കാൻ പറ്റില്ല. താഴോട്ട് നമ്മൾ കയറി വന്ന വഴിക്ക് കുറെ കുഴികളുണ്ട്, റോഡിനേക്കാളും വലിയ കുഴി. അത് മോൾട്ട് കയറിയതോടെ കയറാൻ പറ്റിയത്. പിള്ളേർ പക്ഷെ അവർക്കാണെങ്കിൽ മോളിൽ നിന്ന് മറ്റേ വഴി ഇറങ്ങാൻ പറ്റില്ല. ഈ വഴി കാണാനുമില്ല. മോളോട്ട് അവര് കയറിയില്ല വഴി. അതും മിക്കവാറും അങ്ങനെ വല്ലയിടത്തും കൂടുതൽ കയറ്റത്തിൽ പോയി നിൽക്കുന്നുള്ളൂ. എൻ്റെ അമ്മേ ഗായ്സ്, നമ്മളങ്ങനെ മുതുകൊരഞ്ഞ് മലയുടെ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട്, മുതുകോര മല എന്ന പേര് അന്വർത്ഥമാക്കി മുതുകൊരഞ്ഞ് താഴെ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. വളരെയധികം സാഹസികമായ ഐതിഹാസികമായ ഒരു രക്ഷപ്പെടൽ തന്നെയായിരുന്നു അത്. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. കാരണം ഞങ്ങൾ 4 കാല് ഉപയോഗിച്ചാണ് ഇറങ്ങിയത്. 2 കൈ 2 കാല് ഒരേ സമയം ഉപയോഗിച്ച് ചന്തി ഉരച്ച് ആണ് ഇറങ്ങിയത്. പലപ്പോഴും നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല. വരയാടൊക്കെ മൂന്നാറിൽ കിഴക്കാൻ തൂക്കായ പാറപ്പുറത്തൊക്കെ നിങ്ങൾ ചാടി ഇറങ്ങുന്നതും ഓടിപ്പോകുന്നതൊക്കെ നിങ്ങൾ മൂന്നാർ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനത്തെ റഗ് ടെറൈനിൽ താമസിക്കുന്ന മൗണ്ടൻ ഗൂട്ടുകളും മറ്റും അനായാസം മലകൾ ചാടി കയറി ഇറങ്ങുകയും ചെയ്യുന്നതൊക്കെ. ഞങ്ങളുടെ സ്ഥിതി അത്ര വ്യത്യസ്തമായിരുന്നില്ല. മനുഷ്യന്മാരും ആരും ഇറങ്ങുന്ന വഴിയായിരുന്നില്ല. എൻ്റെ കസിൻസ് മുമ്പേ പോയി ഒരു വഴി അങ്ങ് കണ്ടുപിടിച്ചു. വഴിയൊന്നുമില്ല, മൊത്തം ഞാൻ പറഞ്ഞ ലെമൺ ഗ്രാസ് പുല്ലായിരുന്നു. അതിനിടയിലൂടെ എങ്ങനെയൊക്കെയോ നൂർന്നിറങ്ങിയും പിന്നെ പുല്ലിലൊക്കെ പിടിച്ച് പുല്ലൊക്കെ വിട്ടുപോകും. പിന്നെ ബാക്കിയുള്ള കുറച്ച് മരത്തിൽ കല്ല് അവസാനം സീസോ പോലെ പരമാവധി ഊർന്നിറങ്ങി. ജീൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിക്കാതെ താഴെ എത്തിയെന്ന് പറഞ്ഞാൽ മതി. എന്തായാലും താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഫീലായിരുന്നു. കാരണം നല്ല റിസ്ക് എടുത്തിട്ടുള്ള ഒരു പോക്കായിരുന്നു. സഹായത്തിന് ആരും ഉണ്ടാവില്ല. ആരെങ്കിലും തെന്നി വീണ് കഴിഞ്ഞാൽ നേരെ ഓക്കയിലേക്ക് പോകും. പിടിച്ച് കയറാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാനൊട്ട് പറ്റത്തുമില്ല. അങ്ങനത്തെ സാഹചര്യമായിരുന്നു. എന്നും ഒരിക്കലും ഒരു റിസ്ക് റിവാർഡ് ബേസിൽ ആലോചിക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ഹൈക്കിങ്ങോ ട്രിപ്പോ ഞാൻ ഒരിക്കലും നടത്തിയിട്ടില്ല. എൻ്റെ അമ്മേ, ഇങ്ങനെ ജീവനോട് താഴെ എത്തിയെന്ന് നമുക്കിപ്പോഴും പൂർണ്ണമായിട്ടും വിശ്വാസം വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ സമനില എത്താറായി. ഓൾമോസ്റ്റ് നമ്മുടെ പള്ളിയും താഴത്തെ ലെവൽ ഗ്രൗണ്ട് കാണാൻ പറ്റുന്ന അവസ്ഥ. ഇനി ജസ്റ്റ് ഒരു ഇറക്കം കൂടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ലെവൽ ഗ്രൗണ്ടിലെത്തും.
എന്തായാലും ഇന്നത്തെ ട്രിപ്പ് എപ്പിക്കാണെങ്കിൽ അവസാനിച്ചിരിക്കുകയാണ്. ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ദൈവാനുഗ്രഹം കൊണ്ട് താഴെ എത്തി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയായിരുന്നു. ദയവ് ചെയ്ത് വരികയാണെങ്കിൽ ഇവിടെ പരിചയമുള്ള അതിന് മുമ്പ് കയറിയിട്ടുള്ള ഒരു ഗൈഡോ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഹൈക്കിംഗ് റൂട്ട് ട്രെയിൽ തെറ്റിപ്പോയാൽ ഞങ്ങളുടെ അവസ്ഥ വരും. ഞങ്ങൾ മുതുകൊരഞ്ഞാണ് താഴോട്ട് ഇറങ്ങി വന്നത്. മലയുടെ പേര് അന്വർത്ഥമാക്കി തന്നെ. ചന്തിക്ക് നല്ല വലിപ്പമുള്ളതുകൊണ്ടും ജീൻസിന് കട്ടിയുള്ളത് കൊണ്ടും കാര്യമായ കേടുപാടില്ലാതെ താഴെ എത്തി. എങ്ങാനും എവിടെയെങ്കിലും തെന്നിപ്പോയിരുന്നെങ്കിൽ അഗാധമായ കൊക്കയിലേക്ക് വീണേനെ. ദൈവാനുഗ്രഹം, ദൈവത്തിന് നന്ദി, സ്തുതി. ദയവ് ചെയ്ത് ആരും വേണ്ട ഒരു പ്രൊഫഷണൽ ഗൈഡോ ഇവിടെ പരിചയമുള്ളോ ഇതിന് മുമ്പ് ഹൈക്ക് ചെയ്തിട്ടുള്ളവരില്ലാതെ ഇങ്ങോട്ട് വരരുത്. അല്ലെങ്കിൽ അടിവാരം വരെ കയറാം, അതിനുശേഷം മുകളിലോട്ട് കയറുമ്പോൾ പണി പാളിപ്പോവും. അപ്പോൾ സൈനിങ് ഓഫ്, വിവേക് ജോൺ ഫ്രം ചന്തു ആൻഡ് ഫ്രണ്ട്സ് ചാനൽ. മറ്റൊരു വീഡിയോ കണ്ടന്റ് വൈകാതെ കാണാം. സുഹൃത്തുക്കളെ, ഞാൻ കുറച്ചധികം ഇമോഷണലായിരുന്നു ആ സമയത്ത്, സൈനിങ് ഔട്ടിൻ്റെ സമയത്ത്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള ലാംഗ്വേജിൽ ആളുകൾ ഇങ്ങോട്ട് വരരുത്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഗൈഡോ ഇവിടെ വന്ന് പരിചയമുള്ള ആളുകളുടെ കൂടെ അല്ലാതെ കയറിയാൽ അപകടം പറ്റാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് ഞങ്ങളുടെ അത്യാവശ്യം നല്ല ഒരു അപകട സാഹചര്യത്തിലൂടെ തന്നെയായിരുന്നു കടന്നുപോയത്. പക്ഷേ നമ്മളോട് പറഞ്ഞ രീതിയിൽ വളഞ്ഞ വഴിക്ക് പോയിരുന്നെങ്കിൽ ഈ അപകടം ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ ധൈര്യമായിട്ട് വരാം. കുറുക്ക് വഴി ഉപയോഗിച്ച് കയറി പോകാതിരിക്കുക മാത്രം മതി. അങ്ങനെ കയറുവാണെങ്കിൽ പരിചയമുള്ള ആളുകൾ വേണം. അല്ലെങ്കിൽ വളഞ്ഞ വഴി എല്ലാവരും പോകുന്ന വഴിയെ പോയിരുന്നെങ്കിൽ അപകടമൊന്നും സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പോൾ അവസാനം സൈനിങ് ഓഫിൻ്റെ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൂട്ടാക്കേണ്ടതില്ല. എല്ലാവർക്കും വരാൻ പറ്റുന്നൊരു നല്ല സ്ഥലം തന്നെയാണ്. കുറച്ച് സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് ഗുഡ് ബൈ. എൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ. തീർച്ചയായിട്ടും അതെല്ലാം ഞാൻ മുഖവിലേക്ക് എടുത്തായിരിക്കും അടുത്ത വീഡിയോകൾ ചെയ്യുന്നത്. ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുന്നതും മറ്റും നിങ്ങളുടെ കൂടെ അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും. മറ്റൊരു എപ്പിക് ട്രിപ്പുമായിട്ട് വൈകാതെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.